എയർ ഷോ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു യുദ്ധക്കോപ്പുകൾ അല്ലെങ്കിൽ എയർ ഷോയ്ക്കകത്ത് പ്രദർശിപ്പിക്കുന്ന അതിൻ്റെ മികവാണല്ലോ അതിൻ്റെ ഉദ്ദേശം. അത് നമ്മളതിനെ പ്രദർശിപ്പിക്കുന്ന ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്, ഞങ്ങളുടേതാണ്, ഇത് നമ്മൾ യുദ്ധത്തിന് ഉപയോഗിച്ചു അല്ലെങ്കിൽ ഈ നാളെക്കാലത്തെ മറ്റാർക്കെങ്കിലും നമ്മൾ വിൽപ്പനയ്ക്കും കൂടെ വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പം നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഇതിന് ഇന്ന ഗുണങ്ങളുണ്ട്, ഇത്ര വൈദഗ്ധ്യമുള്ള സാധനമാണ് അതിന് ഷോ എന്ന് പറയുന്നത്, അത് എയർ ഷോ. അപ്പോൾ അതിനകത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിമാനമായിരുന്നു തേജസ്. ആ വിമാനം നമ്മളുടെ ഏറ്റവും അവസാനത്തെ ഓപ്പറേഷനകത്ത് അതിൻ്റെ കഴിവ് അല്ലെങ്കിൽ ലോകം നേരിട്ട് കണ്ടതാണ്. ഇത്രയും നാളിനകത്ത് ഈ പറയുന്നത് പോലെ 2 വട്ടം 25 കൊല്ലത്തെ വിമാനത്തിൻ്റെ ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ F-16 എന്ന് പറയുന്ന വിമാനം 55-60 ക്രാഷ് സംഭവിച്ചിരിക്കുന്ന സമയത്താണ് ഈ വിമാനം 2 വട്ടം ക്രാഷ് ആകുന്നത്, അമേരിക്കയുടെ F-16 എന്ന് പറയുന്ന വിമാനം. അപ്പോൾ ഇതിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഡാമേജ് തന്നെയാണ്. അതിനകത്ത് യുദ്ധ വിമാനം തകർന്നതിനപ്പുറം അതിനകത്തൊരു വലിയ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു പൈലറ്റ് ഒരു യുദ്ധവിമാനം പറപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വിമാനം കൊണ്ട് എല്ലായിടത്തും എത്തിക്കാൻ അത്തരത്തിൽ വൈദഗ്ധ്യമുള്ള ഒരാളിനെ വാർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് വലിയ പാടാണ്, വലിയ നഷ്ടം തന്നെയാണ്. അതും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഇതിൻ്റെ തകർച്ചയ്ക്ക് ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകമാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയാക്കിയിരിക്കുന്നു. ഈ പ്രത്യേകിച്ചും പാകിസ്ഥാൻ പറയുന്നു എൻജിന് ലീക്ക് ഉണ്ടായിരുന്നു, എൻജിൻ തകരാറുണ്ടായിരുന്നു, മറ്റു പല കുഴപ്പങ്ങളുണ്ടായിരുന്നു. അതായത് മൊത്തത്തിൽ പാകിസ്ഥാൻ അട്ടഹസിച്ച് ചിരിക്കുന്നു. അത് പാകിസ്ഥാനാകുമ്പോൾ അവൻ ഈ പണി ചെയ്യിക്കാം.